ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ പാഠപുസ്തകത്തിലെ ഹരണ രീതികൾ എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 48 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരേ വിലയുള്ള 7 പേനയ്ക്ക് 98 രൂപ. ഒരു പേനയുടെ വില എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. നോക്കൂ, പേനയുടെ എണ്ണം എത്രയാണ് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 7ആണ്. ആകെ 7 പേനയ്ക്കും കൂടി എത്ര വില എന്നും തന്നിട്ടുണ്ട്. 98 രൂപയാണ് അല്ലേ. ഒരേ വില ആയതുകൊണ്ട് ഒരു പേനയുടെ വില കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 98നെ 7 കൊണ്ട് ഹരിക്കണം അല്ലേ. അങ്ങനെ ആകുമ്പോഴല്ലേ ഒരു പേനയുടെ വില കിട്ടുക. ഒരു പിന്നെ 7 പേനകളാണുള്ളത്, ആകെ 98 രൂപയാണ്. അപ്പോൾ ഒരു പേനയ്ക്ക് എത്രയാണെന്ന് കാണാൻ എന്താ ചെയ്യേണ്ടത്? 98നെ 7 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എത്രയാണ് കിട്ടുക? എങ്ങനെയാണ് നമ്മൾ ഹരിച്ചത്? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 98നെ 7 കൊണ്ട് ഹരിക്കണം എന്നുള്ള ടെക്സ്റ്റിലുള്ള ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം അല്ലേ. ആദ്യം നമുക്കിങ്ങനെ ഒരു കള്ളി വരക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 98 എന്ന് എഴുതുക, മുകളിൽ 7 എന്ന് എഴുതുക. ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഏറ്റവും കുറഞ്ഞ ഒരു സംഖ്യ, അതായത് ഇപ്പോൾ 10 7 98ൻ്റെ ഉള്ളിലല്ലേ, 10 7 70 അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം സൈഡിൽ 10 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ വലത് സൈഡിൽ 10 × 7 = 70 എന്ന് എഴുതുക. അതുപോലെ 98ൻ്റെ താഴെ എന്ത് എഴുതുക? ആ 70 എന്ന് എഴുതി കൊടുക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ബാലൻസ് എത്ര ഉണ്ട് നോക്കണം അല്ലേ. 98ന്ന് 70 എണ്ണല്ലേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ബാക്കി എത്ര ഉണ്ട്? 98ന്ന് 70 കുറക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 28 എന്ന് കിട്ടും അല്ലേ. ഇനി 28ൽ എത്ര 7 കൊടുക്കാമെന്ന് നോക്കുക. അപ്പോൾ എങ്ങനെയാണ്? അത് നമ്മൾ അതിൻ്റെ താഴെയായിട്ട് എഴുതുക. അതായത് ആ 10 എന്ന് എഴുതിയില്ല സൈഡിൽ, അതിൻ്റെ താഴെയായിട്ട് നമ്മൾ എത്ര 7 പോവും 28ൽ എന്നുള്ളത് എഴുതുക. അപ്പോൾ നമ്മൾ 4 എടുക്കണമെങ്കിൽ 4 7 28 അല്ലേ. അപ്പോൾ കറക്റ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് 4 എന്ന് സൈഡിൽ കൊടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതുക? ആ 4 എന്നിട്ടിട്ട് പിന്നെ 4 7 28 അല്ലേ. ആ 28 എന്ന് അതിൻ്റെ താഴെ എഴുതുക. 28ൻ്റെ താഴെ വീണ്ടും 28 എന്ന് എഴുതുക. എന്നിട്ട് 4 × 7 ആണ് 28 എന്നുള്ളത് സൈഡിലും കൊടുക്കുക. ഇനി നമുക്ക് ഏറ്റവും താഴെയായിട്ട് 98 ഹരിക്കണം 7 = 14 എന്ന് എഴുതുക. മറ്റേ സൈഡിലോ 14 × 7 അല്ലെങ്കിൽ 7 × 14 = 98 എന്നും എഴുതാം. പിന്നെ 28ന്ന് 28 കുറച്ചാൽ 0 ആണ് എന്നുള്ളത് നമ്മൾ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പേനയുടെ വില എത്രയാണെന്ന് മനസ്സിലായില്ലേ? എത്രയാണ്? 14 രൂപയാണ്. അപ്പോൾ അതും കൂടെ താഴെ എഴുതി കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 168 രൂപ 8 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നോക്കൂ, ഇതെങ്ങനെയാണ് ചെയ്യുക? ആകെ രൂപ എന്ന് പറയുന്നത് 168 തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ എത്ര ആൾക്ക് വീതിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 8 ആളുകൾക്കാണ്. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നത് എന്നുള്ളത് എത്രയാണ്? എങ്ങനെയാണ് കാണുക? 168നെ 8 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത് അല്ലേ. 168നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? നമുക്ക് സൈഡിലൊന്ന് ഹരിച്ചു നോക്കാം. ടെക്സ്റ്റിലുള്ള രൂപത്തിൽ ഹരിക്കുമ്പോൾ ആദ്യം നമ്മൾ ആ കള്ളിയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ 168 എന്ന കള്ളിൻ്റെ ഉള്ളിൽ എഴുതുക. മേലെ ഹരിക്കേണ്ടത് എത്ര കൊണ്ടാ? 8 കൊണ്ട് അല്ലേ. അപ്പോൾ അത് 8 എന്ന് മുകളിൽ എഴുതി കൊടുക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ, നമുക്ക് എളുപ്പം 10ൻ്റെ ഉള്ളിൽ 168ൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടുന്ന രീതിയിൽ ഇപ്പം നമുക്ക് 10 കൊണ്ട് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ സൈഡിൽ ഒരു 10 എന്ന് കൊടുക്കുക. 10 8 എത്രയാണ് എന്നുള്ളതാണ് 168ൻ്റെ താഴെ എഴുതേണ്ടത്. 10 8 എത്രയാണ്? 80 അല്ലേ. അപ്പോൾ നമ്മൾ 80 എന്ന് അവിടെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മറ്റേ ഭാഗത്ത് വലത് ഭാഗത്ത് എന്ത് എഴുതുക? 10 × 8 80 എന്നാണ് നമ്മളവിടെ എഴുതിയത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുക. 10 × 8 = 80 എന്നും കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ 168ന്ന് 80 കുറക്കണം. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതണം. അപ്പോൾ 168ന്ന് 80 കുറക്കുമ്പോഴത്തേണ് എത്രയാണ്? 88 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ 88ൽ ഇനി എത്ര 8 എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ വീണ്ടും നമുക്കൊരു 10 കൊണ്ടും കൂടി എന്തായാലും ചെയ്യാമല്ലോ. 80 അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ 10 കൊണ്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഇടത് സൈഡിൽ 10 എന്ന് കൊടുക്കാം. 88ൻ്റെ താഴെ 80 എന്ന് കൊടുക്കാം. എന്നിട്ട് വലത് സൈഡിൽ 10 × 8 80 എന്നുള്ള അത് കൊടുക്കല്ലേ. 10 × 8 80, അങ്ങനെയാണ് 80 കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടത്? 88ന്ന് 80 കുറക്കുക. എന്നിട്ട് ബാക്കിൻ്റെ താഴെ എഴുതുക. ഇഷ്ടമുള്ളത് അതിൻ്റെ താഴെ എഴുതുക. അപ്പോൾ 88ന്ന് 80 കുറക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 8 എന്നല്ലേ. അപ്പോൾ അത് താഴെ എഴുതുക. ഇനി 8ൽ എത്ര എണ്ണം ഉണ്ടാവും? 8 ഒന്നല്ലേ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതും കൂടെ എഴുതണം. അതായത് ആ 10 എന്നുള്ളതിൻ്റെ താഴെ 1 എന്ന് കൊടുക്കുക. അപ്പോൾ പിന്നെ ഒരു 8 ആണ് 8 എന്നുള്ളത് കൊണ്ട് 8ൻ്റെ താഴെ 8 എന്നും കൊടുക്കുക. എന്നിട്ട് സൈഡിൽ 1 × 8 = 8 എന്നും കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8ന്ന് 8 കുറക്കുക അല്ലേ. 8ന്ന് 8 കുറക്കുമ്പോൾ 0 ആണ്. ഇനി ബാലൻസ് ഒന്നുമില്ല. ഇപ്പോൾ 168 ഫുള്ളും ഇതായി കഴിഞ്ഞില്ലേ. നമ്മൾ വീതിച്ച് കഴിഞ്ഞു. 168 ആദ്യം നമ്മൾ 80 എണ്ണം വീതിച്ചു, പിന്നെ വീണ്ടും 80 എണ്ണം കൂടി വീതിച്ചു, പിന്നെ ഒരു 8 എണ്ണം കൂടെ വീതിച്ചു. അപ്പോൾ അങ്ങനെ 168 കഴിഞ്ഞു. ഇനി ബാലൻസ് ഒന്നുമില്ല, 0 ആണ് അല്ലേ.
അപ്പോൾ എത്രയൊക്കെയാണ് നമ്മൾ കിട്ടിയത്? ആദ്യം എമ്പെണ്ണം എന്ന് പറഞ്ഞാൽ 10 വീതം, പിന്നെ വീണ്ടും എമ്പെണ്ണം എന്ന് പറഞ്ഞാൽ വീണ്ടും 10 വീതം, പിന്നെ 1 വീതം. അപ്പോൾ ആകെ എത്ര എണ്ണമായി? 10ഉം 10ഉം 20ഉം 1ഉം 21 എണ്ണമായി അല്ലേ? അപ്പോൾ എന്താണ് 168നെ 8 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 21 കിട്ടുന്നത്. അതായത് 21 × 8 എന്ത്? 168 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അത് നമുക്ക് വലത് സൈഡിലും കൊടുക്കാം. 21 × 8 എന്നോ അല്ലെങ്കിൽ 8 × 21 സമം 168 എന്ന് എഴുതാം. ഇനി നോക്കൂ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഓരോരുത്തർക്കും വിധിച്ചു കൊടുക്കുമ്പോൾ എത്ര കിട്ടുന്ന, ഒരാൾക്ക് എത്ര കിട്ടുന്നതെന്നാണ് അല്ലേ? അതാണ് എന്ത് കിട്ടിയത്? 21 എന്ന് ആൻസർ കിട്ടിയത്. അതായത് 168നെ നമ്മൾ 8 കൊണ്ട് ഹരിച്ചു, അപ്പോൾ 21 എന്നല്ല ആൻസർ കിട്ടിയത്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര വീതമാണ് കിട്ടുന്നത്? 21 രൂപ വീതമാണ് കിട്ടുന്നത്. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സ്കൂൾ സ്റ്റോറിലേക്ക് 1825 നോട്ട് പുസ്തകങ്ങൾ വാങ്ങണം. 25 പുസ്തകം വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വഴികൾ എഴുതാം. അപ്പോൾ നോക്കൂ, ആവശ്യമുള്ള നോട്ട് പുസ്തകത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്റ്റോറിലേക്ക് ആവശ്യമുള്ള നോട്ട് പുസ്തകത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1825 അല്ലേ? അതുപോലെ എത്ര പുസ്തകങ്ങൾ വീതമുള്ള കെട്ടുകളാണ്? ഒരു കെട്ടിൽ എത്ര പുസ്തകങ്ങളാണുള്ളത്? 25 പുസ്തകങ്ങളാണുള്ളത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 25 പുസ്തകം വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങേണ്ടി വരും എന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ആകെ 1825. 25 വീതമുള്ള എത്ര കെട്ട് വേണമെന്ന് കാണാൻ എന്താ ചെയ്യേണ്ടത്? 1825നെ 25 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? അപ്പോഴല്ലേ നമുക്ക് എത്ര കെട്ടാൻ വേണ്ടതെന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റിലുള്ള രൂപത്തിൽ അത് ഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതുപോലെയുള്ള കള്ളിയൊക്കെ ഒന്ന് വരക്കണം അല്ലേ? ഇനി ആ കള്ളിൻ്റെ ഉള്ളിൽ 1825 എന്ന് എഴുതാം അല്ലേ? അതുപോലെ മുകളിൽ എന്ത് എഴുതാം? 25 എന്ന് എഴുതാം. 25 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്. ഇനി നോക്കൂ, നമുക്കിത് കുറച്ച് വലിയ സംഖ്യ ആയതുകൊണ്ട് 10 കൊണ്ടൊന്നും ചെയ്യണമെന്നില്ല. കുറച്ച് വലിയൊരു സംഖ്യ എടുത്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 50 അല്ലെങ്കിൽ ഒരു 60 ഒക്കെ ചെയ്ത് നോക്കാം. നമുക്ക് ഏത് സംഖ്യ കൊണ്ട് ചെയ്താലും അതിനനുസരിച്ച് ബാക്കി ബാലൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ശിഷ്ടം കണ്ടിട്ട് വീണ്ടും വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ 60 കൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇടത് സൈഡിൽ 60 എന്ന് എഴുതുമ്പോൾ വലത് സൈഡിൽ എന്താ എഴുതേണ്ടത്? 60 × 25 അല്ലേ? 60 × 25 എത്രയാണ്? 1500 അല്ലേ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? 1825 എന്ന് എഴുതിയിട്ടില്ലേ കള്ളിൻ്റെ ഉള്ളിൽ? അതിൻ്റെ താഴെയായിട്ട് 1500 എന്ന് എഴുതണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1825 1500 കുറക്കുക. എന്നിട്ട് അതിൻ്റെ താഴത്തെ കള്ളിയിൽ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ 1825 1500 കുറക്കുമ്പോൾ എത്രയാണ്? 325 എന്ന് കിട്ടൂലേ? അപ്പോൾ അത് നമുക്ക് താഴെ എഴുതി കൊടുക്കാം. ഇനി 325 എത്ര 25 ഉണ്ട് എന്നുള്ളത് കറക്റ്റ് അറിയെങ്കിൽ അതുകൊണ്ട് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 10 കൊണ്ടും കൂടെ ചെയ്ത് നോക്കാം. 10 25 എത്രയാണ്? 250 അല്ലേ? അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ് എഴുതുന്നത്? ഇടത് സൈഡിൽ 10 എന്ന് കൊടുക്കുക, കള്ളിൻ്റെ വലത് സൈഡിലോ 10 × 25 250 എന്നും കൊടുക്കുക. പിന്നെ കള്ളിൻ്റെ ഉള്ളിലും 250 എന്ന് കൊടുക്കല്ലേ? 325ൻ്റെ താഴെ 250 എന്ന് എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 325 250 കുറക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 75 എന്ന് കിട്ടുമല്ലോ. അത് താഴെ എഴുതുക. ഇനി ആ 75ൽ എത്ര 25 ഉണ്ട് നോക്കണം അല്ലേ? അപ്പോൾ നോക്കൂ, ഒരു 3 കൊടുത്തു കഴിഞ്ഞാൽ 3 25 അല്ലേ 75 എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കിനി 3 കൊണ്ടൊന്ന് എഴുതാം. അപ്പോൾ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നോക്കൂ. ആദ്യം ആ കള്ളിൻ്റെ ഇടത് സൈഡിൽ 3 എന്ന് കൊടുക്കുക, വലത് സൈഡിലോ 3 × 25. 3 × 25 എത്രയാണ്? 75 എന്ന് കൊടുക്കുക. ഇനി ആ 75 എന്നുള്ളത് നമ്മൾ ആ കള്ളിൻ്റെ ഉള്ളിലും കൂടെ എഴുതണം അല്ലേ? അപ്പോൾ 75ൻ്റെ താഴെ വീണ്ടും 75 എന്ന് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? 75 75 കുറച്ചിട്ട് അതിൻ്റെ താഴെ എഴുതുക. 75 75 കുറക്കുമ്പോൾ 0 കിട്ടും അല്ലേ? അപ്പോൾ അത് താഴെ എഴുതുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇടത് സൈഡിൽ 1825 ഹരിക്കണം 25 സമം 73 എന്ന് എഴുതാം അല്ലേ? 60ഉം 10ഉം 3ഉം അല്ലേ? അപ്പോൾ എത്രയാ? 60ഉം 10ഉം 70, 70 3ഉം 73. അപ്പോൾ അങ്ങനെ 73 എന്നും എഴുതാം. അതുപോലെ വലത് സൈഡിൽ എന്താ എഴുതേണ്ടത്? അവിടെ 73 ഗുണിക്കണം 25 സമം 1825 എന്ന് എഴുതാല്ലേ? ഗുണന രീതിയിൽ എഴുതുമ്പോൾ 60 10 3 അങ്ങനെയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 73 പിന്നെ ഗുണിക്കണം 25 എത്രയാണ് ആൻസർ എന്നുള്ളത് നമുക്കറിയാമല്ലോ. എത്രയാണ്? 1825. 1500ഉം 250ഉം 75 അങ്ങനെ 1825 നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ആകെ എത്ര കെട്ട് പുസ്തകമാണ് വേണ്ടത്? 73 കെട്ട് അല്ലേ? അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതി കൊടുത്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.